ഹായ് മക്കളെ, ഞാൻ ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാൻ വന്നിട്ടുള്ളത് കേട്ടോ. വെൽക്കം ടു എജ്യൂപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇസ്മി ഞാൻ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ പരിചയത്തിൽ ആരൊക്കെ +2 കൊമേഴ്സ് പഠിക്കുന്നുണ്ടോ, ആരൊക്കെ +2 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നുണ്ടോ, അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പരിചയത്തിൽ ആരൊക്കെയാണോ പഠിക്കുന്നത് അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിച്ചു തുടങ്ങിയത്? ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഈസി, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ടഫ്? അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ചോദിക്കും, സത്യം പറയണം മക്കളെ, നിങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പഠിക്കാറുണ്ടോ? സത്യമായിട്ട് നെഞ്ചിൽ കൈവച്ച് പറ, നിങ്ങൾ പഠിക്കാറുണ്ടോ? കുറച്ച് ആളുകൾ കമൻറ്റ് ചെയ്യും പഠിക്കാറുണ്ട്, കുറച്ച് ആളുകൾ കമൻറ്റ് ചെയ്യും പഠിക്കാറില്ല അല്ലേ? എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് പറയാനുള്ള കാര്യം ഇതാണ്: ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുതടാ. ഇപ്പം നമ്മുടെ മനുഷ്യർക്ക് ഓരോ പ്രായത്തിലും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഈ 17-18 വയസ്സുള്ള മക്കളായിട്ടുള്ള നിങ്ങളുടെ ജോലി എന്താടാ? ഈ സമയത്ത് പഠിക്കുക എന്നുള്ളതാണല്ലേ. ഈ ടൈം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ അവർ ലൈഫ്. ടൈം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ അവർ ലൈഫ്. ടൈം ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ഇൻ അവർ ലൈഫ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വില പിടിച്ചതും ഏറ്റവും പ്രസിദ്ധമായതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താണ്? അത് സമയം. ആ സമയം നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളുടെ ജോലി എന്താ? പഠിക്കുക എന്നുള്ളതാണല്ലേ. ഈ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പഠിക്കാതെ, പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ടിരിക്കുന്നു, യൂട്യൂബിൽ ഷോർട്സ് കണ്ടിരിക്കുന്നു, വെബ് സീരീസ് കണ്ടിരിക്കുന്നു, ഗെയിം കളിച്ചിരിക്കുന്നു. നിങ്ങളുടെ വാല്യുബിൾ ടൈം, നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ നശിപ്പിക്കുകയാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് പഠിക്കേണ്ട സമയം നിങ്ങൾ പഠിക്കുന്നില്ല. അപ്പം നിങ്ങൾ കാരണം സങ്കടത്തിലാവുന്ന 2-3 ആൾക്കാരുണ്ട്. നിങ്ങളുടെ പാരൻസ് അല്ലേ? നിങ്ങളുടെ പാരൻസ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട 2 ആളുകൾ നിങ്ങളുടെ പാരൻസ്. നിങ്ങൾക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന, നിങ്ങളെ ടൂറിന് വിടുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങിത്തരുന്ന, നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിത്തരുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഒഴിവാക്കുന്ന, പലതും സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ പാരൻസ് അല്ലേ? ആ പാരൻസ് സന്തോഷിക്കുന്ന ദിവസമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ. അങ്ങനെ വെറുതെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ പഠിക്കണ്ടേ? സോ നിങ്ങൾ പഠിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. നിങ്ങളുടെ പാരൻസ് ഭയങ്കര സങ്കടത്തിലാവും. നിങ്ങളുടെ പാരൻസ് ഭയങ്കര സങ്കടത്തിലാവിടാ അല്ലെ? നിങ്ങളുടെ പാരൻസ് അവിടെ സങ്കടപ്പെടും. സോ നിങ്ങൾക്കായിട്ട് എന്തൊക്കെ മാറ്റി വെക്കുന്നുണ്ട്? ആ പാരൻസിന് വേണ്ടി പഠിക്കുക. ആ പാരൻസിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയും പഠിക്കുക. നിങ്ങൾ പലപ്പോഴും പറയുന്നൊരു പ്രശ്നമാണ്, പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഡീവിയേറ്റ് ആകുന്നു, നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ പാരൻസിനെയാണ്, നിങ്ങളുടെ അച്ഛനെയും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ ഉമ്മയുടെയാണ് അല്ലെ? നിങ്ങൾ ആലോചിക്കേണ്ട അവരെ ആലോചിക്കുക. നിങ്ങൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നാൽ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ പാരൻസിനെ ആലോചിച്ചുകൊണ്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റും, ഡീവിയേഷൻ മാറ്റി നിർത്താൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റില്ലേ? നിങ്ങൾ എന്തെങ്കിലും നോട്ട് എഴുതുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ, നിങ്ങൾ ഫോണിൽ കളിക്കുമ്പോൾ നിങ്ങളുടെ പാരൻസ് എന്താ വിചാരിക്കുക? എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ നോട്ട് എഴുതി പഠിക്കുകയാണ്, ഫോൺ നോക്കി പഠിക്കാന്നാ. പക്ഷെ സത്യാവസ്ഥ അവരറിഞ്ഞാൽ അവർ ചങ്ക് പൊട്ടിപ്പോടാ. നിങ്ങൾക്കായിട്ട് എന്തൊക്കെ അവർ മാറ്റി വെക്കുന്നുണ്ട്. സോ അവരെ ആലോചിച്ചിട്ട്, അവരെ മനസ്സ് വിചാരിച്ചിട്ട്, അവരെ ഹാപ്പി ആക്കാനും കൂടെ നിങ്ങൾക്ക് ഹാപ്പി ആകാനും നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാനും നിങ്ങൾ പഠിക്കാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് PYQs നോക്കിയിട്ട് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ ഷോർട്ട് നോട്ടാക്കി തയ്യാറാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ ഷോർട്ട് നോട്ടാക്കി തയ്യാറാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അങ്ങനെ പഠിക്കാനായിട്ട് നമ്മൾ എജ്യൂപോഡ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാണ്. എജ്യൂപോഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ റിസോഴ്സസ് പറഞ്ഞൊരു ഭാഗം എടുക്കുക. എജ്യൂപോഡ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡൗൺലോഡ് നിങ്ങൾ പേരും കാര്യങ്ങളൊക്കെ അടിച്ചാൽ ഈ ഭാഗം പെയ്ഡാണ്. താഴെയുള്ള ഈ ഒരു ഭാഗം ഉണ്ട്, അവിടെ ചാപ്റ്റർ വൈസ് PYQs സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എജ്യൂപോഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ +2 കൊമേഴ്സ് ആണെങ്കിലും +2 ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ആ ഒരു ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ഈ PYQs സ്റ്റഡി മെറ്റീരിയൽസും നോക്കി നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. സൂപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി നിങ്ങളുടെ ലക്ഷ്യം പഠിക്കുക എന്നുള്ള. പഠിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എജ്യൂപോഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നോക്കിയിട്ട് നന്നായി ഉഷാറായി പഠിക്കുക. ഇനിയും നിങ്ങൾക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. എൻ്റെ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് മെസ്സേജ് അയച്ചോട്ടോ. ബാക്കിയൊക്കെ നമുക്ക് അവിടെ സോൾവ് ചെയ്യാം. ഇനി നിങ്ങൾ ഡെയിലി പഠിക്കാനിരിക്കുന്ന സമയത്ത് രാത്രിയും രാവിലെയുമായിട്ടൊരു 4 മണിക്കൂർ പഠിക്കുക. രാത്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ടഫായുള്ള ചാപ്റ്റേഴ്സും, രാവിലെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈസി ആയുള്ള ചാപ്റ്റേഴ്സും പഠിക്കുക. നന്നായിട്ട് പഠിച്ച
നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടട ഫുൾ മാർക്ക്, നിങ്ങൾക്ക് കിട്ടട ഫുൾ A+. സോ നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ പാരൻസിനെ ആലോചിച്ചിട്ട്, നിങ്ങൾക്കായിട്ട് ജീവിക്കുന്ന നിങ്ങളുടെ പാരൻസിനെ ആലോചിച്ചിട്ട്, ടൈം വേസ്റ്റ് ചെയ്യാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും മക്കളെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മോഡൽ എക്സാമും പബ്ലിക് എക്സാമും എല്ലാവർക്കും ഈസി ആവട്ടെ, എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.